കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കേരളത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നതിനാൽ, അത് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ആ പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ വർധന വന്നതിനാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് എന്നുള്ള തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെയും അനുകൂലികൾ വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട്, ആശ്വാസം കൊള്ളുന്നുണ്ട്. ഇപ്പോൾ UDFിൻ്റെ തരംഗമാണിത്. മാറാൻ ഉറച്ച് ജനം വോട്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനത്തിൽ ഇത്രയും വലിയ വ്യത്യാസമുണ്ടായത് എന്ന് UDF കണക്ക് കൂട്ടുമ്പോൾ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ അഭിലാഷമാണ് പ്രതിഫലിച്ചത്. അതുകൊണ്ട് ജനം കൂടുതലായി ഇറങ്ങി വോട്ട് ചെയ്തു, അതിനാലാണ് പോളിംഗ് ശതമാനം ഉയർന്നത് എന്ന് LDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. BJPക്കാർ തങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് പലയിടത്തും ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ SIRന് ശേഷമുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടന്ന കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് വച്ച് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ വികാരം എന്ന നിലയിൽ കണക്ക് കൂട്ടുന്നത് വിഡ്ഢിത്തമാണ്. അതിനെ തരംഗമായി വ്യാഖ്യാനിക്കുന്നത് മണ്ടത്തരമാണ്. യഥാർത്ഥത്തിൽ ഈ SIR വന്നതിന് ശേഷമുള്ള വോട്ടർ പട്ടിക പ്രകാരം വോട്ട് ചെയ്ത ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ എണ്ണം എത്ര, 2021 വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണം എത്ര, ആ ഡാറ്റ പരിശോധിച്ചാൽ അത് ഞെട്ടിക്കുന്നതാണ്. പലയിടങ്ങളിലും 10%, 12% ഒക്കെ പോളിംഗ് ശതമാനം ഉയർന്നുവെങ്കിലും അവിടെ ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ 10,000-ഉം 12,000-ഉം ഒക്കെ കുറവ് വന്നിരിക്കുകയാണ്. അതേസമയം വെറും 2%-ഉം 3%-ഉം പോളിംഗ് ശതമാനം ഉയർന്ന ചില മണ്ഡലങ്ങളിലാകട്ടെ 12,000-ഉം 15,000-ഉം ഒക്കെ വോട്ടുകൾ കൂടുതൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വലിയ വ്യത്യാസം ഈ വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ട്. കഴിഞ്ഞ 2021 വോട്ട് ചെയ്തതിനേക്കാൾ ഒരു ഗണ്യമായ വോട്ടിൻ്റെ എണ്ണത്തിലെ വർധന ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു തരംഗമായി വിശേഷിപ്പിക്കാൻ സാധിക്കൂ. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം സംജാതമായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകണമായിരുന്നെങ്കിൽ ഒരു 92-93% ഒക്കെ പോളിംഗ് സംസ്ഥാനത്ത് നടക്കണമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മൾ ഉദാഹരണമായി എടുക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളുടെ ഡാറ്റയാണ്. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ വെറും 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് 2021 വോട്ട് കൂടിയത്. അതും നാമമാത്രമായ വോട്ട് വർധന. അത് നമ്മൾ പരിശോധിച്ചാൽ നെടുമങ്ങാട് 2184 വോട്ട് വർദ്ധിച്ചു 2021 കണക്കിലെടുക്കുമ്പോൾ. അതേസമയം അവിടെ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധന 4.84%. വർക്കലയിൽ ഇതുപോലെ തന്നെ ഒരു നേരിയ വർധന 505 വോട്ടിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടുമാണ് വർധന എന്ന് പറയാവുന്നത്. ബാക്കി എല്ലായിടത്തും, ബാക്കി 12 മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞു. അതിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വോട്ട് കുറച്ചിലുകളുണ്ട്. 12% വോട്ടിംഗ് പെർസെൻറ്റേജിൽ വർധനയുണ്ടായിട്ടും 9,502 വോട്ട് കുറഞ്ഞ തിരുവനന്തപുരം മണ്ഡലം, തിരുവനന്തപുരം സെൻട്രൽ എന്ന് വിളിക്കുന്ന മണ്ഡലം, CP ജോണും സുധീർ കരമനയും കരമനജയനും മത്സരിച്ച മണ്ഡലം. അവിടെ നേരത്തെ 62.99 ആയിരുന്നു പോളിംഗ്. അന്ന് 1,28,000 പേർ വോട്ട് ചെയ്തു. ഇത്തവണ 74.89 ആയപ്പോൾ അവിടുത്തെ പോളിംഗ് 1,18,000 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ 2021 വോട്ടർ പട്ടികയിൽ 2 ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1,58,000 അതിൻ്റെ 75% എന്ന് പറയുമ്പോൾ അത് 1,18,000 വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു 90% വോട്ട് പോൾ ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ കണക്കിനോട് അടുത്ത് വന്നു നിന്നേനെ. അപ്പോൾ ഈ SIRലൂടെ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. പുതിയ വോട്ടർമാർ കൂടിച്ചേർന്നിട്ട് പോലും 10,000 വോട്ടോളം അവിടെ കുറഞ്ഞിരിക്കുന്നു. ഇനി വട്ടിയൂർക്കാവിലേക്ക് വരും. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ 1,37,636 പേർ വോട്ട് ചെയ്തിരുന്നു. ഇത്തവണ അത് 1,27,217. അന്തിമ ഡാറ്റ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെങ്കിലും 10,509 വോട്ടിൻ്റെ വ്യത്യാസം, അവിടെ വോട്ട് കുറഞ്ഞിരിക്കുന്നു. അത് ആർക്ക് ഗുണകരമാകുമെന്നുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അവിടെ ഒരു തരംഗമൊന്നുമല്ല, 10,000 വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. പോളിംഗ് പെർസെൻറ്റേജിലാണെങ്കിൽ 11% വർധന ഉണ്ടായിരിക്കുന്നു. അതുതന്നെയാണ് തിരുവനന്തപുരത്തെ ഒറ്റമുഖ്യ മണ്ഡലങ്ങളിലും. നേമത്തേക്ക് ഒരു നേമത്ത് 9.2% പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധന. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ അവിടെ 8,000 വോട്ട് കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 1,46,000 എന്നുള്ളത് ഇത്തവണ 1,38,000 കുറഞ്ഞിരിക്കുകയാണ്. കഴക്കൂട്ടത്തേക്ക് വന്നാലും അത് തന്നെയാണ്. 7.59 പോളിംഗ് ശതമാനം നോക്കുമ്പോൾ കൂടിയിരിക്കുന്നത്. പക്ഷേ അവിടെയും 8,947 വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 1,38,000 പേർ പോൾ ചെയ്തത് ഇത്തവണ 1,29,378 ഉള്ളൂ. കാട്ടാക്കടയിലും അത് തന്നെ. ഇനി പാറശാലയിലേക്ക് പോയാൽ പാറശാലയിൽ 3% വർധന ഉണ്ടായിട്ടുണ്ട് പോളിംഗിൽ.
പക്ഷേ അവിടെ വോട്ട് കുറഞ്ഞിരിക്കുന്നത് 11,287 നെയ്യാറ്റിൻകരയിൽ 9,507 വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അവിടെ 3.27% വർധനയുണ്ട്. വാമനപുരത്തേക്ക് വരൂ. വാമനപുരത്ത് 4.49% പോളിംഗ് പെർസെൻറ്റേജ് കൂടിയെങ്കിലും അവിടെ 1033 വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. അന്തിമ കണക്ക് വരുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ഓണത്തെ കണക്കിനോട് ഒപ്പത്തിനൊപ്പം നിൽക്കും. 1,46,525. ഇപ്പോൾ അത് 1,45,492 പോസ്റ്റൽ വോട്ടുകളും എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരുപക്ഷെ ഒരു 10-100 വോട്ട് അധികം. അതൊരു തരംഗമായി എങ്ങനെ വ്യാഖ്യാനിക്കാനാകും? ഇനി തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും ഇതേ അവസ്ഥയാണ്. വർക്കലയിലേക്ക് വരുമ്പോൾ വർക്കലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പോളിംഗ് ശതമാനം നന്നായി ഉയർന്നിട്ടും, അതായത് 2% ഉയർന്നിട്ടും അവിടെ വെറും 505 വോട്ടിൻ്റെ മാത്രം മുൻതൂക്കം ആണ് ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളിലുള്ളത്. വർക്കലയിലേക്ക് വരൂ. വർക്കലയിലേക്ക് വരുമ്പോൾ വെറും 325 വോട്ടാണ് അവിടെ കൂടിയിട്ടുള്ളത്. അവിടെ പോളിംഗ് ശതമാനത്തിൽ 2ന്റെ വർധനയുണ്ട്. ഇനി അരുവിക്കര 75 നിന്ന് 79% പോളിംഗ് ഉയർന്നിരിക്കുന്നു. പക്ഷേ ഈ 4% വർധന 2,293 വോട്ടിൻ്റെ കുറവായാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ 1,45,708 പേർ പോൾ ചെയ്തപ്പോൾ ഇത്തവണ 1,43,415 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. കോവളം മണ്ഡലത്തിൽ 7,114 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ പെർസെൻറ്റേജിൽ 3% വർധന ഉണ്ടായപ്പോഴും, ചിറയൻകീഴിൽ 1% വർധന ഉണ്ടായപ്പോഴും അവിടെ 307 വോട്ട് കുറവാണ്. ചിറയൻകീഴാണ് ഈ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മണ്ഡലം, ആ 12 എണ്ണത്തിൽ. അപ്പോൾ 2 ഇടത്ത് മാത്രം വോട്ട് കൂടി, ബാക്കി 12 ഇടങ്ങളിൽ വോട്ട് കുറഞ്ഞു. അതിൽ തന്നെ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും പാറശാലയിലുമൊക്കെ 11,000-ഓളം വോട്ടിൻ്റെ കുറവ്. നേമത്തും കഴക്കൂട്ടത്തും 8,000-ലധികം വോട്ടിൻ്റെ കുറവ്. അങ്ങനെ ഗണ്യമായി വോട്ട് കുറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ 2021 പോൾ ചെയ്ത വോട്ടർമാരെക്കാൾ 2026 പോൾ ചെയ്ത വോട്ടർമാരുടെ കണക്കെടുക്കുമ്പോൾ. അതെങ്ങനെ തരംഗമായി വിശേഷിപ്പിക്കാനാവും? ഇനി കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തേക്ക് പോയി നോക്കൂ. അവിടെ 2026 1,35,142 പോളിംഗ് ശതമാനം 1% ഉയർന്നിട്ടും അവിടെ 2,000 വോട്ട് കുറഞ്ഞു. 1,37,036 പേരാണ് കഴിഞ്ഞ തവണ അവിടെ വോട്ട് ചെയ്തത്. VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂരിലേക്ക് പോകൂ. അവിടെ 3%-ഓളം വോട്ട് ഉയർന്നു. കഴിഞ്ഞ തവണ 78.72 ആയിരുന്നത് ഇത്തവണ 81.96 ആയി. പക്ഷേ അവിടെയും 1000 വോട്ട് കുറവാണ്. 1,57,073 വോട്ടേ അവിടെ ഉള്ളൂ. കഴിഞ്ഞ തവണ 1,58,594 വോട്ടർമാർ വോട്ട് ചെയ്തിരുന്നു. SIR വന്നതുകൊണ്ടുണ്ടായ ഒരു വലിയ വിപത്താണ്. അമ്പലപ്പുഴ, ആലപ്പുഴയിൽ വലിയ മത്സരം നടക്കുന്ന ഇടമാണ്. അവിടെ 4%-ലധികം പോളിംഗ് ഉയർന്നിട്ടും വോട്ടിൽ ഉണ്ടായിരിക്കുന്നത് 1000 വോട്ടിൽ താഴെ മാത്രം മുന്നേറ്റമാണ്. 1,37,028 കഴിഞ്ഞ തവണ പോൾ ചെയ്തു. ഇത്തവണ 1,38,246. അപ്പോൾ ഇതാണ് SIR ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക. ഇനി ബേപ്പൂരിലേക്ക്, കോഴിക്കോട് ബേപ്പൂരിലേക്ക് പോയി നോക്കൂ. അവിടെ 4% വോട്ട് വർധന. പക്ഷേ ആ 4% വോട്ട് വർധന കൊണ്ട് 18,000-ഓളം വോട്ട് അവിടെ കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 1,65,210 ആയിരുന്നത് ഇത്തവണ 83.77 പോളിംഗ് ശതമാനമായപ്പോൾ 1,83,007 ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ രസകരമായ ഡാറ്റ വരുന്നത്. അപ്പോൾ അത് നമ്മൾ തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളിലും പരിശോധിക്കുമ്പോൾ 12 വോട്ട് കുറയുന്നു. അമ്പലപ്പുഴയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് ജനങ്ങൾ ഒഴുകി വന്ന് വോട്ട് ചെയ്തു, അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം ഉയർന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1000-ൽ താഴെ മാത്രം വോട്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ അവിടെയും 1000 വോട്ടോളം കുറയുകയാണ് 2021 നിന്ന് സംഭവിച്ചത്. അതേസമയം ബേപ്പൂരിൽ നോക്കൂ, 18,000 വോട്ട് കൂടിയിരിക്കുന്നു. കുന്നമംഗലത്ത് അങ്ങനെ കൂടിയിരിക്കുന്നു. മഞ്ചേശ്വരത്ത് വോട്ട് കൂടിയിരിക്കുന്നു. അപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നതിനനുസരിച്ച് വോട്ട് കൂടിയ ഇടങ്ങളുമുണ്ട്, വോട്ട് ഗണ്യമായി കുറഞ്ഞ ഇടങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് വച്ചല്ല, പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 2021 താരതമ്യം ചെയ്ത് വേണം തരംഗമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടത്. ഇതുവരെ പ്രവചനങ്ങൾ നടത്തിയ ഒരാളുകളും ഈ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വച്ചിട്ടല്ല ആ പ്രവചനം നടത്തിയത് എന്ന് വ്യക്തം. ശതമാന കണക്ക് വെച്ച് ഒരു തരംഗമുണ്ട് എന്ന് സ്വയമേവ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും കാസർഗോട്ടും കോഴിക്കോട്ടും ഒരുപോലെ വോട്ട് ഉയരട്ടെ. തിരുവനന്തപുരത്ത് ഗണ്യമായി വോട്ട് കുറയുന്നു, കൊല്ലത്ത് വോട്ട് കുറയുന്നു, ആലപ്പുഴയിൽ വോട്ട് കുറയുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ വോട്ട് കുറയുന്നു. അതേസമയം കോഴിക്കോട് വോട്ട് കൂടുന്നു, കാസർഗോഡ് വോട്ട് കൂടുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഡാറ്റകൾ ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് പോയതുമായ വോട്ടുകൾ ആർക്കുള്ളത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ 4-ാം തീയതി വരെ കാത്തിരിക്കണം. നമുക്ക് അതുവരെ അനുമാനിക്കാൻ കഴിയുന്നത് ഈ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വെച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ഒരു കൊടൂര തരംഗം ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമില്ല തന്നെ.